നമ്മൾ പരിസ്ഥിതി ദിനം ഒരു ദിവസമായിട്ടല്ല, ഒരു വാരമായിട്ട് ആചരിക്കുകയാണ്. ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ കീഴിൽ ഉള്ള എല്ലാ ഗ്രാമങ്ങളിലും, എല്ലാ ഇടവുകളിലും, എല്ലാ ക്യാമ്പസുകളിലും, എല്ലാ ദേവാലയ പരിസരങ്ങൾ, സ്കൂൾ കലാലയ പരിസരങ്ങൾ, സിമിത്തേരി പരിസരങ്ങൾ, ഇവയൊക്കെല്ലാം തന്നെ കാർബൺ ന്യൂട്രൽ ക്യാമ്പസാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ദിനം നമ്മുടെ അത്യാവശ്യമെന്നതിനേക്കാൾ ഉപരി ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വയ്ക്കുന്നത് പോലെ പരിസ്ഥിതിയോട് നാം ചെയ്യുന്ന ഓരോ നാശവും അത് ദൈവത്തിനെതിരായി നാം നിൽക്കുന്നത് പോലെയും ഈ ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെയും പ്രതികരിക്കാനാകാത്ത കുഞ്ഞുങ്ങൾക്കുമെതിരെ നാം ചലിക്കുന്ന വലിയ പാപത്തിന് തുല്യമാണെന്നതുമാണ് സത്യം. അതിനാൽ ഈ പ്രകൃതി സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വമാണ്. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ വരും തലമുറ ഇവിടെ ജീവിക്കണമെങ്കിൽ, മനുഷ്യരാശി നിലകൊള്ളണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രകൃതിയെ സംരക്ഷിക്കാം. ഈ ആഴ്ച മുഴുവനും നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാം പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും, വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചും, കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും, മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിനെക്കുറിച്ചും, നല്ല ഗാർഡൻസ് വളർത്തിയെടുക്കേണ്ടതിനെക്കുറിച്ചും ഒട്ടനവധി കാര്യങ്ങൾ, സൈക്കിൾ റാലിയിലൂടെ നമ്മൾ പ്രചരണം, ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഇരുചക്ര വാഹന പ്രചരണ ജാഥ, അതോടൊപ്പം തന്നെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ, ഇതിൻ്റെ ആവശ്യം എല്ലാ ജനങ്ങളെയും ബോധിപ്പിക്കുന്ന രീതിക്ക് ലീഫ്ലെറ്റ് നൽകി തന്നെ ക്യാമ്പയിൻ, അങ്ങനെ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ലോകത്തെ അറിയിക്കാനായിട്ട്, ഈ പ്രദേശത്തെ ജനങ്ങളെ അറിയിക്കാനായിട്ട്, ആ സംരക്ഷണം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളൊരു ബോധ്യം ജനങ്ങളിൽ ആഴമാക്കാനായിട്ട് ഉള്ള പലവിധ ക്യാമ്പയിനും പരിപാടികളും ഈ ആഴ്ചയിലുടനീളം ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി നിർവഹിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വെള്ളയമ്പലത്തിലുള്ള ഈ ഒരു ക്യാമ്പസ് ഏറ്റവും മനോഹരമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണം അത് ദൈവം നൽകിയൊരു വിളിയാണ്. എല്ലാ മനുഷ്യനും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തു ഈ ലോകം വിട്ട് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ മനുഷ്യരോട് മാത്രമല്ല ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെക്കേണ്ടത്, ഈ പ്രപഞ്ചത്തോടും എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ഉത്തരവാദിത്വം എല്ലാ മനുഷ്യരും, ജാതി മത ഭേദമെന്നേ എല്ലാവരും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. സർക്കാർ തലങ്ങളിൽ പ്രത്യേകിച്ച് അതിനുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാ മനുഷ്യരും മനുഷ്യനോടും മണ്ണിനോടും ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിനെയും മനുഷ്യനെയും സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഈ ഒരു ക്യാമ്പയിനിലൂടെ, പരിസ്ഥിതി വാരാചരണത്തിലൂടെ എല്ലാ മനുഷ്യരും ഏറ്റെടുക്കട്ടെ എന്നാണ് ആശംസയും പ്രാർത്ഥനയും.